വിവാദങ്ങൾ ഒഴിയാതെ NCP മന്ത്രിസ്ഥാനമാറ്റം അനാവശ്യമെന്ന് കാണിച്ച് ശശീന്ദ്രപക്ഷം ശരത് പവാറിന് ഇമെയിൽ സന്ദേശം അയച്ചു. PC ചാക്കോയുടെ ലക്ഷ്യം മുന്നണി മാറ്റമെന്ന ആരോപണം. സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ തീരുമാനങ്ങൾ പാർട്ടിയോട് ആലോചിക്കാതെയാണ് കൈക്കൊള്ളുന്നത് എന്നും ആരോപണമുണ്ട്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ വാർത്ത ശരത് പവാറിനെ കാണാൻ PC ചാക്കോ, അതേപോലെ തന്നെ നിലവിലുള്ള മന്ത്രി AK ശശീന്ദ്രൻ, അതേപോലെ തന്നെ മന്ത്രി പദവി അവകാശവാദം ഉന്നയിച്ച തോമസ് കെ തോമസ് ഇവർ ഒന്നിച്ച് ശരത് പവാറിനെ കാണും എന്നൊക്കെയായിരുന്നു വാർത്തകൾ. അങ്ങനെയുള്ള ഒരു കൂടിക്കാഴ്ച നടക്കാതെ പോയതാണോ? ഇപ്പോൾ എന്താണ് ശശീന്ദ്രപക്ഷം ഇത്തരത്തിൽ ഒരു ഇമെയിൽ സന്ദേശം ശരത് പവാറിന് അയക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ശാലിനി. വിനോദ്, കഴിഞ്ഞ ദിവസം മുംബൈയിലേക്കാണ് ശരത് പവാർ സംസ്ഥാനത്തെ NCP നേതാക്കളെ വിളിച്ചിരുന്നത്. ഇവിടെ നിർണായകമായ ചില ചർച്ചകളും കൂടിയാലോചനകളും നടക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നൊരു പ്രശ്നപരിഹാരം എന്നോണം ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി പകരം തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടി, അതായിരുന്നു ഒരു പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ NCP ആലോചന നടത്തിയതും. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ഒരു ഉന്നത പദവി AK ശശീന്ദ്രന് നൽകിക്കൊണ്ട് പ്രശ്നപരിഹാരം നടത്താം എന്നുള്ള ആലോചനയും തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ ആ കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ തന്നെ കഴിഞ്ഞതിന് ശേഷവും മന്ത്രിസ്ഥാനം മാറുന്നില്ല, അല്ലെങ്കിൽ മന്ത്രിസ്ഥാന മാറ്റത്തിൽ വലിയ രീതിയിലുള്ള അമർഷം മന്ത്രി AK ശശീന്ദ്രൻ അറിയിക്കുകയാണ്. അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു അമർഷം അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ നടത്തുന്ന സാഹചര്യത്തിൽ PC ചാക്കോ അടക്കമുള്ളവർക്കെതിരെ കടുത്ത വിമർശനമാണ് NCPയിലെ ഒരു വിഭാഗം ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് വലിയ രീതിയിലുള്ള ചില നടപടികൾ നടത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഇമെയിൽ മുഖേന AK ശശീന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഇനി കേന്ദ്ര നേതൃത്വം ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പ്രധാനമായും ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോൾ മന്ത്രിയെ മാറ്റേണ്ടതില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ശരത് പവാറിന് വീണ്ടും AK ശശീന്ദ്രൻ കത്തയച്ചിട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ മന്ത്രിസ്ഥാനം വിട്ടുകൊടുക്കേണ്ടി വന്നാൽ MLA സ്ഥാനം കൂടി താൻ രാജിവെക്കുമെന്നൊരു കടുത്ത നിലപാട് AK ശശീന്ദ്രൻ സ്വീകരിച്ചിട്ടുണ്ട്. അവസാനം നടന്ന ചർച്ചയിലും അത് ഫലം കണ്ടിട്ടില്ല എന്ന് വേണം ഈ ഒരു ഇമെയിൽ അയച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതൊപ്പം തന്നെ PC ചാക്കോയുടെ ലക്ഷ്യം മുന്നണി മാറ്റം എന്നുള്ള രീതിയിലും ചില പരാമർശങ്ങൾ ഈ ഇമെയിൽ സന്ദേശത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് തീരുമാനങ്ങൾ പലതും പാർട്ടിയോട് കൂടിയാലോചിക്കാതെയാണ് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി ഇമെയിലിലൂടെ AK ശശീന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയിലെ ഒരു വിഭാഗം AK ശശീന്ദ്രന്റെ ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗം ഈ അമർഷം വളരെ നീണ്ട ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പാർട്ടിക്കുള്ളിലും ഒപ്പം തന്നെ ശരത് പവാറിന് മുൻപിലേക്കും എത്തിച്ചിട്ടുണ്ട്. അത് രേഖാമൂലം വീണ്ടും ശശീന്ദ്രൻ ശരത് പവാറിന്റെ മുൻപിലേക്ക് ഇമെയിൽ സന്ദേശം വഴി എത്തിക്കുകയാണ്. ഇതിൽ എന്ത് നടപടി ഇനി സ്വീകരിക്കും? മന്ത്രിമാറ്റം ഉണ്ടാകുമോ, അതോ ഒരു അനുനയ നീക്കത്തിലൂടെ നടപടികളിലേക്ക് കടക്കുമോ കേന്ദ്രം എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും മന്ത്രിമാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം മാറിക്കൊണ്ട് മറ്റൊരു NCP നേതാവ്, അതായത് തോമസ് കെ തോമസിനെ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നുള്ള ആലോചനകളും തീരുമാനങ്ങളും നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആ അഭിപ്രായത്തിൽ ഭിന്നത രേഖപ്പെടുത്തിക്കൊണ്ടും മന്ത്രിസ്ഥാനം ഇപ്പോൾ താൽക്കാലികമായി മാറ്റേണ്ട എന്ന തീരുമാനം അറിയിച്ചുകൊണ്ടും AK ശശീന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് ഇപ്പോൾ ഇമെയിൽ അയച്ചിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും ഓരോ ദിവസം കഴിയും തോറും NCPയിൽ തർക്കം മുറുകയാണ്. മന്ത്രിസ്ഥാനം മാറുന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ AK ശശീന്ദ്രനും PC ചാക്കോയും തമ്മിൽ തെറ്റുന്നത്. തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകേണ്ടി വന്നാൽ MLA സ്ഥാനം കൂടി രാജിവെക്കും എന്നാണ് AK ശശീന്ദ്രൻ്റെ ഭീഷണി. ഇത്തരത്തിൽ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ മുന്നണി മാറ്റത്തിന് ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് പാർട്ടി നേതൃത്വത്തിന്, പ്രത്യേകിച്ചും ശരത് പവാറിന് ശശീന്ദ്രൻ വിഭാഗം ഇമെയിലിൽ പരാതി നൽകിയിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.